ഹലോ ഗൈസ്, അങ്ങനെ ടോപ്പ് 5 ആരെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ടാസ്കിലൂടെ തന്നെ നൂറയാണ് പുറത്തു പോയത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ പസിൽസാണ്. അവരവരുടെ പിക്ചർ വെച്ചിട്ടുള്ളൊരു പസിൽസ് വെച്ചിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തു. അതിൽ നൂറയുടെ പസിൽസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം നൂറയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ടോപ്പ് 5 എന്ന് പറഞ്ഞാൽ അനീഷ്, അനുമോൾ, ഷാനവാസ്, അക്ബർ, നെവിൻ, ഇത്രയും പേരാണ് ടോപ്പ് 5 വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോറ ടോപ്പ് 5 വരുമെന്ന് ഞാൻ വിചാരിച്ച ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നോറ കളിച്ചോ എന്ന് ചോദിച്ചാൽ അവസാനത്തെ ആ ഒരാഴ്ചയുണ്ടല്ലോ, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഉയർന്നു വരാമോ, ഉയർത്തെഴുന്നേൽക്കാമോ, അത് പറ്റുമെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നതാണ് നൂറ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ, ആണുങ്ങളൊക്കെ ഉണ്ട്, ഫിസിക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് പോലും അവരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിൽ നൂറയാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല നൂറ ഫസ്റ്റ് വാങ്ങിക്കുന്നത്. കാരണം നൂറ അത്രമാത്രം എനിക്ക് ആവശ്യമാണ്, എനിക്ക് ടോപ്പ് 5 എത്തണം എന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. പക്ഷേ നൂറയെ മറ്റുള്ളവർ ഒരുപാട് പേര് നൂറയെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി നൂറ ഇഷ്ടമാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. അവർ പാരൻസിനെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ പാരൻസിനെ എടുത്തോണ്ട് പോരുന്നു, അവരെ ടീറ്റ പോരുന്നു. പക്ഷേ നൂറയുടെ ആ മുഖം കാണുമ്പോഴായാലും നൂറ എനിക്ക് ഒന്നുമില്ല എന്ന് പറയും. എന്ത് ചോദിച്ചാലും എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലോ എനിക്കും അങ്ങനെ ഒന്നുമില്ല, എന്നെ കുറ്റം പറഞ്ഞോ, അല്ലെങ്കിൽ എന്നോട് കൂട്ടുകൂടണ്ട, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം വെച്ചിട്ടാണ്. അത് നമുക്ക് മനസ്സിലാവും. നൂറയുടെ ഉള്ളിൽ ഭയങ്കര സങ്കടം തിങ്ങുമ്പോഴും നൂറ ഭയങ്കരമായിട്ട് കരയാതിരിക്കാൻ ശ്രമിക്കും. ഈ ഒരു 2 ദിവസം കൊണ്ട് നൂറ ഒരുപാട് സ്ട്രെസ്സാണ് അനുഭവിച്ചത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ആദില തന്നെയാണ്. കാരണം ആദില തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾ കാരണം കൊണ്ടുണ്ടായ പ്രശ്നം. അനുമോളുടെ സഹോദരിയുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് ആദിലയ്ക്ക് കൊടുത്തതാണ്. അത് ആദില ഇപ്പോൾ പുറത്തു വിട്ടു. പക്ഷേ ആദില ചെയ്യേണ്ടത് അത് അവിടെ വെച്ച് തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നു എന്നാണ് ആദിലയുടെ ലൈവിൽ പറയുന്നത്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വാസമില്ലായ്മ. കറക്റ്റാണ്, അനുമോളെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അനുമോൾ പറഞ്ഞു, ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കുടുംബം ഉണ്ടാക്കാനും അല്ല ഇവിടെ വന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ്. അപ്പോൾ ഇത്ര നാളും തന്നെ തങ്ങളെ ഫ്രണ്ട്സാക്കി, തങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ ഒരു നിമിഷം അവരെ ഫ്രണ്ട്സായിട്ട് കരുതുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഷോക്കുണ്ടല്ലോ. അപ്പോൾ അത് ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റി കാണത്തില്ല. കാരണം നമ്മളിപ്പോൾ വിചാരിക്കുന്ന ക്യാരക്ടറല്ല, എല്ലാവരും ഓരോരോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആദില അത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദിലയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ അനുമോളെക്കുറിച്ച് ഹൗസിലുള്ള സംസാരം തന്നെ യൂസ് ആൻഡ് ത്രോ ആണ്. നമ്മുടെ അനുമോൾക്ക് എപ്പോഴും താങ്ങാൻ വേണം. ഒറ്റയ്ക്ക് അനുമോൾക്ക് കളിക്കാൻ പറ്റില്ല. അനുമോൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാൽ, ആരെങ്കിലും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വല്ലതും ചൂടായി കഴിഞ്ഞാൽ അനുമോൾക്ക് ഒരു ദേഹം വേണം, ശരീരം വേണം കെട്ടിപ്പിടിച്ച് കരയാൻ. അതിപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അനുമോൾ എപ്പോഴും ഈ ഒരു ആദ്യം മുതലുള്ള ലൈവ് കാണുന്നവർക്കറിയാം, അനുമോൾ എപ്പോഴും ഒരു ആണായാലും പെണ്ണായാലും അവരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സ്വഭാവമാണ്. അനുമോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മോശമായ ക്യാരക്ടറാണെന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ, ഉള്ളത് പറയാലോ. അപ്പോൾ അങ്ങനെ താങ്ങിക്കൊണ്ടാണ് അനുമോൾ കളിച്ചിട്ടുള്ളത്. അല്ല ഇൻഡിവിജ്വൽ പ്ലേ അനുമോൾ കളിച്ചിട്ടില്ല. അനുമോൾക്ക് അങ്ങനെ ഒരു താങ്ങാൻ ഒരാളില്ലായിരുന്നു. അനുമോൾ എപ്പോഴേ പുറത്തു പോയെന്നറിയാമോ. അത്രമാത്രം കരച്ചിലാണ്. ആ കരച്ചിലിന് ആരെങ്കിലും താങ്ങാൻ വേണം. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ആദ്യം ശൈത്യം ഉണ്ടായിരുന്നു. പിന്നീട് ആദിലയും നൂറയും തന്നെയാണ് ഫുള്ള് സപ്പോർട്ടായിട്ട് നിന്നത്. ആ ജീവൻ ഗോപാൽ വന്ന സമയത്തൊക്കെ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് പോലും വളരെ താങ്ങായിട്ട് നിന്ന ആദിലയും നൂറയുമാണ്. പക്ഷേ ആദിലയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയും. അതൊരു മോശം ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ പക്ഷേ നൂറയ്ക്കില്ല. നൂറ കുറേ ആദിലേനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോന്നല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നീ അങ്ങനെ പറയല് ബേബി, നീ ഇങ്ങനെ പറയല് ബേബി, നീ അത് ചെയ്യരുത്, ക്യാപ്റ്റൻസിലൊക്കെ ഓരോന്ന്. അതായത് അനീഷേട്ടൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചപ്പോഴും ആ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് എറിഞ്ഞപ്പോഴും പില്ലോ എടുത്ത് എറിഞ്ഞപ്പോഴും ഒക്കെ നൂറയാണ് ആദിലിനെ വഴക്ക് പറയുന്നത്, എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആദില കുറച്ച് നേരം കേൾക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളതുകൊണ്ട് നീ മിണ്ടാതിരിക്കും ബേബി എന്ന് പറയും. പക്ഷേ ലാസ്റ്റ് ആദില സമ്മതിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ലൈവൊക്കെ കാണുന്നവർക്ക് അറിയാം. രാത്രി 12 മണിക്കൊക്കെ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന കുറേ ലൈവ്സൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ആദില കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു കൊച്ചാണ്. അത് കുറച്ചും കൂടി ആദിലെങ്കിൽ കുറച്ചുകൂടി മെച്യൂർഡാണ്. ആദില പക്ഷേ എടുത്തുചാട്ടക്കാരിയാണ്. ഈ കൊച്ച് അനുമോൾ എല്ലാ കാര്യങ്ങളും ആദിലയോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിവിടെ നൂറേക്കാൾ കൂടുതൽ ആദിലയുമായിട്ടാണ് അനുമോൾ ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അത് മോശമായിട്ടുള്ള റിലേഷൻ പറയുന്നുണ്ട് ചിലവർ, വൃത്തികെട്ട ആൾക്കാരായിരിക്കും അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല. പക്ഷേ എന്നാലും അവർ തമ്മിൽ ഒരു വേറൊരു ത്തിലുള്ള സ്നേഹം, നല്ല സ്നേഹമാണ്. കാരണം നൂറയുമായിട്ടുള്ള അടുപ്പമല്ല
അല്ല അനുമോൾക്ക് ആദിലയുമായിട്ടാണ് കൂടുതലും അടുപ്പം. അതുകൊണ്ട് തന്നെ ആദിലയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആദിലയാണ് ഈ ഡ്രസ്സിങ് റൂമിൽ പോയി രണ്ടുപേരും കൂടിയാണ് ഇരിക്കുന്നത്. ഒരു പിന്നെ എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഡ്രസ്സിങ് റൂമിൽ കയറുന്നതെന്ന്. അപ്പോൾ അത് മോശമായിട്ട് പുറം ലോകം പറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ലെസ്ബിയൻസ് ആണല്ലോ, ആ കൊച്ചു ലെസ്ബിയൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറൊരു പെൺകുട്ടീനെ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കത് മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേ അവർ കാണത്തുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ കാണണമെന്നൊന്നുമില്ലല്ലോ, സൊസൈറ്റി അല്ലേ. പക്ഷേ നൂറ ഭയങ്കര ഒരു മെച്യൂർഡുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പ്രശ്നം തന്നെ കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് തന്നെ ഇങ്ങനെ സഹോദരിയുടെ നമ്പർ എഴുതി കൊടുത്തു. ആ നമ്പർ വിളിച്ചിട്ട് പി ആർ വിനുവിൻ്റെ നമ്പർ വിനുവിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ അക്ബറിനെ കരിവാരി തേക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതിനൊക്കെ നൂറയെ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലെ പോകുന്നതിന് മുമ്പ് അത് ക്ലാരിഫൈ ചെയ്തായിരുന്നേ പ്രശ്നമില്ല. പക്ഷേ അത് ചെയ്യട്ടെ എന്ന് അതിലെ ആ ഒരു സമയത്ത് എവിക്റ്റ് ആവുന്ന സമയത്ത് ശൈത്യനെയും നൂറേനെയും കെട്ടിപ്പിടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ നൂറയും വേണ്ട എന്നാണ് അത് പറഞ്ഞത്. പക്ഷേ ഈ പ്രശ്നം എടുത്തിട്ടത് അനുമോള് തന്നെയാണ്. ലാസ്റ്റ് രാത്രിയിൽ അനുമോള് തന്നെയാണ് ഈ പ്രശ്നം എടുത്തിട്ടത്. കാരണം ജിഷിൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് വന്ന് അങ്ങനെ സംസാരം. കാരണം അക്ബർ തലേന്ന് കരഞ്ഞല്ലോ, അതിലെ ഇത് പറഞ്ഞത് അറിഞ്ഞിട്ട് കരഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുമോള് തന്നെയാണ് ഇത് എടുത്തിട്ടത്. പക്ഷേ നൂറയോട് വന്ന് ടിഷ്യൂ പേപ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത് എനിക്കറിയില്ല, അത് കബോർഡിലുണ്ടാവും, എന്നാൽ പിന്നെ നീ പോയി നോക്കിയെടുത്തോ എന്ന് നൂറ കൂളായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇതിലേക്ക് പിടിച്ച് വലിച്ചിടല്ലേ, എൻ്റെ അടുത്തല്ലല്ലോ നീ ഇതൊന്നും പറഞ്ഞത്, നീ ആദിലയോടല്ലേ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടി. അതിനു മുമ്പ് തന്നെ പിന്നെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ബെഡിലിരുന്നാണ് എഴുതുന്നത്. ഒരിക്കലുമല്ല. അപ്പോൾ പറയുന്നത് ഞാൻ ഡ്രസ്സിങ് റൂമിലാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഡ്രസ്സിങ് റൂമിൽ പോയിട്ടാണ് ഇത് എഴുതിയതും കൊടുത്തതും ഒക്കെ. അത് ഞാനില്ലായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞത് അത് നിനക്ക് അറിയാമായിരിക്കുമല്ലോ എവിടെയാണ് വെച്ചതെന്ന്. എനിക്കറിയില്ല, നിങ്ങൾ പോയി കണ്ടുപിടിക്കുമെന്നും പറഞ്ഞിട്ട് നൂറ അവിടെ കൈയിടണം. കാരണം നൂറയ്ക്ക് അതിന് ആ ഒരു പ്രശ്നത്തിൽ തലയിടാൻ താല്പര്യമില്ല. കാരണം സൈബർ അറ്റാക്ക് ഇവിടുത്തെ അനുമോളുടെ PR ആക്രമിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോഴേ ശൈത്യയും സരികയും അവിടെ പറയുന്നുണ്ട് ഇവിടെ പുറത്ത് അതിലേക്ക് ഭയങ്കര സൈബർ അറ്റാക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു നൂറ. ഇനി അതിലേക്ക് എന്ത് പറ്റി, അതിലേക്ക് സൈബർ അറ്റാക്ക് ആയിരിക്കുമോ, എന്ത് പറ്റി? കാരണം അനുമോളെ ആരെന്ത് പറഞ്ഞാലും അവരെ സൈബർ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഇവരെ പുറത്തുനിന്ന് വന്നവരകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഈ പിള്ളേർക്ക്. കാരണം ഒരുവിധം അവരെല്ലാം അനുഭവിച്ച് വന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാലും വീണ്ടും ആവശ്യമില്ലാത്ത കാര്യത്തിന് സത്യം പറഞ്ഞാൽ ഈ ഗ്യാങ് പിടിക്കാൻ പോയി കൂട്ടുകെട്ടാൻ പോയത് ഇവർ രണ്ടുപേരായിട്ട് അങ്ങ് നിന്നാൽ മതിയായിരുന്നു. അവർ അനുമോളെ കൂട്ടുകെട്ടുന്ന ഒരു കാര്യമില്ലായിരുന്നു. അനുമോൾക്ക് പക്ഷേ ഇവർ വേണം. അനുമോളായിരുന്നു ആദ്യമൊക്കെ ഇവർ പിണങ്ങിയിരുന്ന സമയത്ത് അനുമോൾ അങ്ങോട്ട് ചെന്ന് ബെഡിൽ കിടന്ന് അങ്ങോട്ട് ചെന്നിട്ട് മിണ്ടാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതമാണല്ലേ നശിച്ചത്. സത്യം പറഞ്ഞാൽ അനുമോളുടെ ആർമി അവരെ കൊല്ലാക്കൊല ചെയ്യുവാണ്, PR യൂട്യൂബേഴ്സ് തന്നെ. ആ 2 ദിവസം ആദരയില്ലായിരുന്നു. അനുമോൾ ഒന്നും മിണ്ടാൻ പോലും ചെന്നില്ല. അനുമോൾ ഈ നൂറയെടുത്തൊന്ന് സംസാരിക്കാൻ പോലും, ഒന്ന് ചേർത്ത് പിടിക്കാൻ, നൂറ അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ചേർത്ത് പിടിക്കാൻ ചെന്നില്ല. പക്ഷേ ഇന്ന് നൂറ ഔട്ടായപ്പം ചെല്ലുന്ന് പിടിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ കെട്ടിപ്പിടിക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും അനുമോളെ കെട്ടിപ്പിടിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ തിരിച്ച് ഇതേ കണക്ക് കാണിക്കുന്നത്? എന്നിട്ട് നൂറ കള്ളിയാണ് എന്ന് അവിടെ നിന്ന് പറഞ്ഞു. നൂറ കള്ളമാണ് പറയുന്നത്, നൂറ കള്ളമാണ്. നൂറ എന്തിനാണ് അവസാന നിമിഷം ഈ പ്രശ്നത്തിൽ പിടിക്കാൻ പോകുന്നത് കരുതി അത് കളഞ്ഞതാണ്. എന്നിട്ട് അത് ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് പോയതിന് ഇവിടെയുള്ള യൂട്യൂബ് തെണ്ടികൾ എല്ലാം കൂടി പറയുന്നത് ടിഷ്യൂ എടുത്ത് ഒളിപ്പിച്ചത്. എന്ത് വിവരക്കേടാണ്, ഒരു കാര്യം അറിയാതെ. ലാസ്റ്റ് ആദില ആ ഒരു പിന്നെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പർ ആദിലയുടെ കയ്യിലുണ്ട്, അതും കൂടി എടുത്ത് കാണിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ അത് അവസാന നിമിഷം വിശ്വസിച്ചിട്ട് എന്തോ കാര്യം. ആദിലയുടെ ആ എടുത്തുചേട്ടത്തിൻ്റെ ഫലമാണ്. അത് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അകത്ത് നിന്ന് ഈ അനുമോള് പറഞ്ഞത് വൃത്തികേട് അവിടെ അനാവശ്യം അവിടെ ക്ലാരിഫൈ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നേ നൂറ ടോപ്പ് 5 എത്തിയേനെ. ഉറപ്പായിട്ട് അനുമോള് പുറത്തു പോയേനെ. കാരണം ജനങ്ങൾക്കത് മനസ്സിലായേനെ. അത് ചെയ്യാതെ അകത്ത് കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇരുന്ന് പറഞ്ഞു. അതും അപ്പടി പറഞ്ഞില്ല, ആദ്യത്തെ ലൈവിൽ ഒന്നും പറഞ്ഞില്ല. സെക്കൻഡ് ലൈവിൽ വന്നിരുന്ന് മെഴുകുന്ന ആദ്യത്തെ ലൈവിൽ. എന്തിന്? അനുമോളെ എനിക്ക് ഇഷ്ടമാണ്, അനുമോളെ കൂട്ടുകടി പോകുന്നത്. അതുകൊണ്ട് എന്താ അകത്തിരിക്കുന്ന കൊച്ചിൻ്റെ അവസ്ഥയല്ലേ പരിതാപകരമായത്. അതൊരു ടോപ്പ് 5 എന്ത് കഷ്ടപ്പെട്ട് ടിക്കറ്റ് ഫിനാലിൽ കളിച്ചൊരു കുട്ടിയാണ്. അവൾ എത്ര പിന്നെ കഷ്ടപ്പാടിൽ നിന്ന് അവൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ടോപ്പ് 5 വരാൻ. ആ ടോപ്പ് 5 അവൾ വരാതെ അവൾ പുറത്ത് പോയതുണ്ടെങ്കിൽ കാരണക്കാരി ആദിലയും അനുമോളും തന്നെയാണ്, ഉറപ്പാണ്. ഒരു കുട്ടിയുടെ ആ ഒരു ആഗ്രഹത്തിനെ അവർ നിഷ്കരണം തല്ലി ചതച്ച് കളഞ്ഞെന്ന് തന്നെ പറയും ഈ അനുമോളും ആദിലയും ചേർന്ന്. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. കാരണം അനുമോളെ ആദിലയും എനിക്ക് ഒരിക്കലും ആ കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ആ കൊച്ചിനാണ് അത് എന്നെ അനുഭവിക്കേണ്ടി വന്നത്. എത്ര കഷ്ടപ്പെടുന്നത് ടിക്കറ്റ് ഫിനാലെ ജയിച്ച ഒരു കുട്ടിയാണ്. യഥാർത്ഥത്തിൽ ടോപ്പ് 5 ആണെന്ന് വിചാരിച്ചിട്ടാണ് സന്തോഷത്തിലിരുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് ടിക്കറ്റ് ഫിനാലയുടെ വീക്കാന്ന്. ഞാൻ കൂടി വിചാരിച്ചു ടോപ്പ് 5 നൂറ ആയില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ നൂറാനെ ഇട്ടത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ടോപ്പ് 5 നമ്മുടെ ആൾക്കാർ വന്നതാരൊക്കെയെന്ന് മനസ്സിലായില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് വരാം. ഓക്കെ.